പിന്നെ ഈ നമ്മുടെ ചന്ദ്രശേഖരൻ്റെ ആ ഒരു കൊലപാതകം വീണ്ടും വീണ്ടും ഉയർത്തുന്നത് അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇതാണെന്നാണ് ഈ CPM-ന്റെ വിമർശനം. അല്ല, അത് ഉയർത്താതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം അവരത് കൊല്ലാതിരിക്കുക എന്നുള്ളതായിരുന്നു. അവരെ കൊല്ലാൻ തീരുമാനിച്ചതുകൊണ്ടാണല്ലോ അത് ഉയർത്തേണ്ടി വരുന്നത്. അപ്പോൾ അവരിത് ഉയർത്തരുതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരൊറ്റ ആളെ അങ്ങ് കൊന്നു തീർത്താൽ വേണമെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ അത് ഉയർത്തിയാൽ പിന്നെ മിണ്ടാതിരുന്നോളെന്നാണോ? അപ്പോൾ നാളെ ആരെങ്കിലും കൊല്ലാൻ തീരുമാനിച്ചവർക്ക് പിന്നെയും കൊല്ലാന്നുള്ളതാണോ? അത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ നാളെയും പറയും. അതിന് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വേണമെന്നില്ല. ഞങ്ങളത് നിരന്തരം അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് പറയും. ഷാഫി വടകരയിൽ ജയിക്കുന്നുണ്ടെങ്കിൽ അത് BJP-യുടെ വോട്ട് വാങ്ങിയിട്ടായിരിക്കും എന്നുള്ളൊരു വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BJP എനിക്ക് വോട്ട് ചെയ്യാം. നല്ല കോമഡി. അങ്ങനെ ഒരു BJP പ്രസിഡന്റ് പറഞ്ഞു കേട്ടില്ലേ, ഞാനിവിടെ ജയിക്കൂല, ശൈലജ ഇവിടെ ജയിക്കും, പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല എന്നൊക്കെ, ശൈല ടീച്ചർ ഇവിടെ ജയിക്കും, പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല എന്നൊക്കെ BJP പ്രസിഡന്റ് പറഞ്ഞേട്ടല്ലോ. CPM-ഉം BJP ആദ്യം അതിന് മറുപടി പറയട്ടെ. എന്നെ അവിടെ കൊണ്ടുപോയി കൂട്ടിക്കെട്ടണ്ട, അത് വിലപ്പോവില്ല. ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി അടുത്ത പ്രചരണ രീതി എങ്ങനെയാണ്? കൂടുതൽ ആളുകളിലേക്ക് എത്തണം. അതിനിപ്പോൾ പര്യടനവും മറ്റു കാര്യങ്ങളൊക്കെ മുന്നണി ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മാക്സിമം ടൈം വടകരയിലെ ജനങ്ങൾക്കൊപ്പം പ്രചരണത്തിനും ഉണ്ടാവും, പ്രവർത്തനത്തിനും ഉണ്ടാവും, തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം ഉണ്ടാവും. ഈ പേടിയില്ല എന്നുള്ള സംബന്ധിച്ചിട്ട് ഒരുപാട് മറുപടി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും എത്രത്തോളം വിശ്വാസതയുണ്ട് വടകരയിൽ? അല്ല, ഞാൻ അതൊരു അഹങ്കാരമൊന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെ അഹങ്കരിക്കുന്ന ഒരാളല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ സർവേ ഒക്കെ പലരും പറഞ്ഞ് ഞാൻ തോക്കുന്നു. അവിടെ പലരും ഓഫീസ് വരെ തുറന്നു വെച്ചിരുന്നു. പക്ഷെ ജനങ്ങളാണല്ലോ ഏറ്റവും വലിയ ശക്തി. അവരിൽ വിശ്വാസമുള്ളത് കൊണ്ട് വേറെ ആരെയും ഭയപ്പെടുന്നില്ല. അത് ഞാൻ ആവർത്തിക്കും. എനിക്ക് വടകരയുടെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തിൽ നല്ല വിശ്വാസമുണ്ട്. ഞങ്ങൾ ഇത്തവണയും തെരഞ്ഞെടുപ്പ് ജയിക്കും, നമ്മൾ ജയിക്കും. ഓക്കെ, താങ്ക് യു.